ഈ ഒരൊറ്റ സെറ്റിംഗ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബറും വാച്ച് അവറും നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. പുതിയ വീഡിയോയിലൂടെ നമ്മളിടുന്ന പുതിയ വീഡിയോയിലൂടെ പഴയ വീഡിയോസിൻ്റെ വ്യൂസ് നമുക്ക് എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേരസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ പറയാൻ പോകുന്ന സെറ്റിങ്സ് വഴി നമ്മുടെ ചാനലിൻ്റെ വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബറും വാച്ച് അവർ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചിലർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുക. കുറിച്ച് വെച്ചതിന് ശേഷം സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. എല്ലാ വീഡിയോസിലും നമ്മൾ എൻഡ് സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബറും വാച്ച് അവർ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പഴയ വീഡിയോസ് സ്റ്റക്കായി കിടക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോസിൻ്റെ, അതായത് ചില വീഡിയോസിൽ നമുക്ക് നല്ല വാച്ച് അവറും നല്ല വ്യൂസും പോയ വീഡിയോസ് ആയിരിക്കും, പക്ഷെ അതിപ്പോൾ ഓടുന്നില്ല എങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും പുതിയതായിട്ട് വീഡിയോ അതായത് റീസെൻ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ എൻഡ് സ്ക്രീനായിട്ട് നമുക്ക് പഴയ വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നല്ല വ്യൂസ് ഉള്ള ആ വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും നല്ല വ്യൂസും അതുപോലെ തന്നെ വാച്ച് അവറും അതിൽ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പുതിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതും ചെയ്തിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് എൻഡ് സ്ക്രീന്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരു സ്ക്രീൻ റെക്കോർഡ് വഴിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം കേട്ടോ. സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് അത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് തന്നെ കാണണേ. നമ്മുടെ എൻഡ് സ്ക്രീൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡെസ്ക്ടോപ്പ് സൈറ്റിലോട്ട് നമ്മുടെ ഫോണിനെ മാറ്റുക എന്നതാണ് കേട്ടോ. അത് youtube.com എന്ന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് മേളിൽ 3 ഡോട്ട് കാണത്തില്ലേ, ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതുപോലെ 3 ഡോട്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓപ്ഷൻ വരും. അതിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീന് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ, അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ കാണുന്നത് പോലെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ സ്ക്രീൻ നല്ല വൃത്തിയെ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാണാൻ പറ്റും. നമ്മുടെ സ്ക്രീൻ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ക്രോം ബ്രൗസറിലേക്ക് വീണ്ടും പോവുക. അതിൽ youtube.com എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ OET സ്റ്റുഡിയോ ഓപ്പണായി വരും. ഞാൻ ഇത് ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. ഞാൻ ഇപ്പോൾ നമ്മുടെ സെർച്ചിൽ youtube.com എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു പേജ് ഓപ്പണായി വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്ക്രീനിന് മുകളിലായിട്ട് വലത് സൈഡിലായിട്ട് നമ്മുടെ ഫോട്ടോ വെച്ചൊരു ഐക്കൺ പ്രത്യക്ഷപ്പെടുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 2-3 ഓപ്ഷൻ അങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്കതിൽ വേണ്ടത് ആദ്യത്തെ ഓപ്ഷനായ വ്യൂ യുവർ ചാനൽ, ഏറ്റവും മുകളിൽ കാണുന്നുണ്ട് വ്യൂ യുവർ ചാനൽ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ OET സ്റ്റുഡിയോ, അതായത് നമ്മുടെ ചാനൽ ഓപ്പണായി വരും. ഇനി അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് കസ്റ്റമൈസ് ചാനൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഏറ്റവും മുകളിൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ OET സ്റ്റുഡിയോ ഇതുപോലെ ഓപ്പണായി വരും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. വെയിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ പേജ് ഓപ്പണായി വരികയുള്ളൂ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ നമ്മുടെ ചാനൽ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇടത് സൈഡിൽ രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് കണ്ടൻറ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കണ്ടൻറ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടൻറ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ, അതായത് ലേറ്റസ്റ്റ് വരെ ചെയ്ത വീഡിയോ ഇങ്ങനെ തെളിഞ്ഞു വരും. അതിൽ നമുക്ക് ഏത് വീഡിയോയിലാണോ എൻഡ് സ്ക്രീൻ കൊടുക്കേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ചെയ്ത വീഡിയോയിലാണ് എൻഡ് സ്ക്രീൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വേറൊരു, അതായത് വലത് സൈഡിൽ കുറച്ച് ഓപ്ഷൻ തെളിഞ്ഞു വരും. അതിൽ എൻഡ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക. എൻഡ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 3 ഓപ്ഷൻ വരും. അതിൽ ഞാൻ ഇപ്പം ചെയ്യുന്നത് 3ാമത്തെ ഓപ്ഷൻ, അതായത് വ്യൂസ് 3ാമത്തെ ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് വീഡിയോ ആണോ എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കേണ്ടത് ആ വീഡിയോ അങ്ങനെ തെളിഞ്ഞു വരും. അതിലൊന്ന് നമുക്ക് ഏത് വീഡിയോ ആണോ കൊടുക്കേണ്ടത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എൻഡ് സ്ക്രീൻ സേവ് ആയി വരും. അപ്പം നമ്മൾ ആഡ് ചെയ്ത എൻഡ് സ്ക്രീൻ വന്നോന്നറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് യുവർ വീഡിയോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത, അതായത് ഇപ്പോൾ നമ്മൾ എൻഡ് സ്ക്രീൻ കൊടുത്ത വീഡിയോ എടുത്തിട്ട് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ലാസ്റ്റായിട്ട് നമ്മുടെ എൻഡ് സ്ക്രീൻ ഇതുപോലെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വീഡിയോയുടെ എൻഡ് സ്ക്രീനാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായില്ല എങ്കിൽ ഞാൻ ഒരു സ്ക്രീൻഷോട്ടും കൂടി എടുത്തിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്ക്രീൻഷോട്ടും കൂടി ഇട്ടിട്ടുള്ളൊരു
ഡീറ്റെയിൽഡ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്ക്രീന് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ക്രോമിൽ പോയിട്ട് youtube.com എന്ന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലൊരു പേജ് പ്രത്യക്ഷപ്പെടും. അതിൽ വലത് സൈഡിലായിട്ട് നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഐക്കണുണ്ട്. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യൂ യുവർ ചാനൽ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഓപ്ഷൻ കാണിക്കും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പേജ് നമുക്ക് ഓപ്പണായി വരും. ഇതുപോലൊരു പേജ് ഓപ്പണായി വരും. അതിൽ കസ്റ്റമൈസ് ചാനൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജ് ഓപ്പണായി വരും. അതിൽ ഇടത് സൈഡിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യത്തേത് അനലിറ്റിക്സ്, രണ്ടാമത്തെ അത് കണ്ടൻറ്റ്. ഈ കണ്ടൻറ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഇതുപോലെ വരും. അതിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിലാണ് ഞാൻ എൻഡ് സ്ക്രീൻ കൊടുക്കുന്നത്. ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് സൈഡിൽ സബ് ടൈറ്റിൽ, എൻഡ് സ്ക്രീൻ, കാർഡ് ഇങ്ങനെ വരും. അതിൽ നമുക്ക് വേണ്ടത് എൻഡ് സ്ക്രീനാണ്. ആ എൻഡ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. അതിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് വീഡിയോസ് കാണിക്കും. ആ വീഡിയോസിൽ ഏത് വീഡിയോ ആണ് നമുക്ക് എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കാനുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എൻഡ് സ്ക്രീൻ അവിടെ അപ്ലൈ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻഡ് സ്ക്രീനിന് മസ്റ്റായിട്ട് എല്ലാ വീഡിയോസിലും അപ്ലൈ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.